കേരളത്തിലെ ഉത്രാടം തിരുനാൾ മഹാരാജാവ് സ്വപുത്രിയുടെ ആണ്ടുപിറന്നാളിനോടനുബന്ധിച്ച് രാജകുമാരിയും പരിവാരങ്ങളും സമേതം ദർശനത്തിനായി എഴുന്നള്ളി. അതിന്റെ പ്രകാശം തുടിയുന്ന വിജയദശമി നവരാത്രി ആഘോഷങ്ങളുടെ പരിസമാപ്തി വിജയദശമിയാണ്. സ്വാതി തിരുനാൾ കലാകാരന്മാരിൽ രാജാവ്, രാജാക്കന്മാരിലെ കലാകാരനുമായ സ്വാതി തിരുനാൾ മഹാരാജാവ് സിംഹാസനത്തിലേറുകയും രാജ്യതന്ത്രത്തിലും ഭരണത്തിലും തന്റെ അതീവ പ്രാഗൽഭ്യം തെളിയിക്കുകയും ചെയ്തു. കർണാടക സംഗീതത്തിന്റെ അഭൗമമായ ഉറവുകളിലേക്ക് ആഴ്ന്നിറങ്ങിച്ചെന്നു സംഗീതം നുകരുകയും അതിന്റെ പുരോഗമനപരമായ അംശങ്ങൾ തിരിച്ചറിയുകയും തികച്ചും കേരളീയ സ്വാതി തിരുനാൾ മഹാരാജാവ്. വന്യജീവി ആക്രമണങ്ങളിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഈ കണക്കുകളുടെ ശരാശരി പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരമാണ്. അതായത് കേരളത്തിൽ ഓരോ 3 ദിവസം കൂടുമ്പോൾ കർഷകൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പേര് തോമസ്. കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷന് വനവകുപ്പിൽ നിന്ന് ലഭിച്ച മറുപടി അനുസരിച്ച് 2008 മുതൽ 2021 വരെയുള്ള വർഷങ്ങളിൽ മാത്രം മനുഷ്യജീവനും അവന്റെ ഉപജീവന മാർഗത്തിനും ഭീഷണിയാകുമ്പോഴും കൊച്ചിൻ അവതരിപ്പിക്കുന്ന കേരള നവോത്ഥാന ക്ഷേത്രത്തിൽ സ്വർണ്ണയിൽ മഹാത്മാഗാന്ധി ബഹുമാൻ പുരസ്കാരം പുലിയ രാജാവ് എന്ന് വിശേഷിപ്പിച്ച കേരളത്തിന്റെ നവോത്ഥാന നായകൻ മഹാത്മാ അയ്യൻകാളി എന്ന യുഗപുരുഷന് മുൻപിൽ പ്രണാമങ്ങളോടെ ഫീനിക്സ് കൊച്ചിൻ. പിന്നീട് ഊരുട്ടമ്പല ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള എന്ന പേരിൽ അറിയപ്പെട്ടു. പാടുന്നില്ലെങ്കിൽ പാടത്തേക്കില്ല എന്ന മുദ്രാവാക്യത്തോടെ കേരള ചരിത്രത്തിലെ 15 പഞ്ചമിയുടെ സ്കൂൾ പ്രവേശനം അധസ്ഥിതർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന കാലഘട്ടത്തിൽ മഹാത്മാ അയ്യൻകാളി പഞ്ചമി എന്ന പെൺകുട്ടിയുമായി ഊരുട്ടമ്പലം എന്ന വിദ്യാലയം ഫീനിക്സ് കൊച്ചിൻ അവതരിപ്പിക്കുന്ന കേരള നവോത്ഥാന ചരിത്രത്തിൽ സ്വർണ്ണലിപികളിൽ സിൽവസ്റ്റർ കൊച്ചിൻ അവതരിപ്പിക്കുന്ന സ്വർണ്ണമത സംവാദം ലോക സമാധാനത്തിനായി. മാനവികതയുടെ അടയാളം സാഹോദര്യമാണ്. ഓരോ മതത്തിലും മറ്റൊന്നിനെ അപേക്ഷിച്ച് വൈരുദ്ധ്യം
കൊച്ചിൻ. മനുഷ്യന്റെയും അവൻ അഭ്യസിക്കുന്ന ഭൂമിയുടെയും നന്മയാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനമെന്നും നമുക്കറിയാം. നന്മയുള്ള മനസ്സുകൾ ഒന്നുചേരുമ്പോൾ ഭൂമിയാവുന്ന നീലഗ്രഹത്തിന്റെ ചാരുത കാക്കുവാൻ ലോകസമാധാനത്തിനായി. മാനവികതയുടെ അടയാളം സാഹോദര്യമാണ്. ഓരോ